നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. BJP രണ്ടാമത്. സിറ്റിംഗ് വാർഡിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് UDFന്റെ ദയനീയ തോൽവി. ആൺകുട്ടികൾക്ക് പീഡനം, പ്രതികൾക്ക് കഠിന തടവും പിഴയും ശിക്ഷ. വ്യത്യസ്ത സംഭവങ്ങളിലായി ആദൂർ ചുക്കിരി വളപ്പിൽ കുഞ്ഞിക്കണ്ണൻ എന്ന രാകേഷിനെയും പുന്നൂർക്കുളം പാപ്പാളി ബീച്ച് കണ്ണൊത്തു വീട്ടിൽ അനീഷിനെയുമാണ് കോടതി ശിക്ഷിച്ചത്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന മോദി സർക്കാരിനെ മതേതരത്വം കൊണ്ട് മാത്രമേ കീഴടക്കാൻ സാധിക്കൂവെന്ന് MP അബ്ദുൾ സമദ് സമദാനി. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള സ്നേഹ സന്ദേശയാത്രയുടെ പാവർട്ടി ബ്ലോക്കിലെ പര്യടനം സമദാനി ഉദ്ഘാടനം ചെയ്തു. കടുത്ത വേനലിൽ തോട് വറ്റിയതോടെ കുട്ടാടൻ പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിൽ. ആലാപ്പാലം, പാലക്കുഴി, അണ്ടിക്കോട്ടുകടവ് പ്രദേശത്തെ 150 ഏക്കറോളം നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായത്. വാർത്തകൾ വിശദമായി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. BJP രണ്ടാമത്. സിറ്റിംഗ് വാർഡിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് UDFന്റെ തോൽവി. UDFിൽ നിന്നും സീറ്റ് LDF പിടിച്ചെടുത്തു. BJP 2ാം സ്ഥാനത്തെത്തിയപ്പോൾ സിറ്റിംഗ് വാർഡിൽ UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. CPMലെ VM മനീഷ് 63 വോട്ടിനാണ് വിജയിച്ചത്. മനീഷിന് 346 വോട്ട് ലഭിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥി മിഥുൻ വൃന്ദാവനത്തിന് 283 വോട്ടും ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവായ ലിജോ പനക്കലായിരുന്നു UDF സ്ഥാനാർത്ഥി. 246 വോട്ടാണ് ലിജോയ്ക്ക് ലഭിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLAയുടെ വാർഡാണ് തിരഞ്ഞെടുപ്പ് നടന്ന പതിയാർകുളങ്ങര വാർഡ്. പഞ്ചായത്ത് അംഗമായിരുന്ന UDFിലെ മോഹനൻ വാഴപ്പള്ളിയുടെ മരണത്തെ തുടർന്നായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ഇലക്ഷനിൽ 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സിറ്റിംഗ് വാർഡിലെ തോൽവിയേക്കാളുപരി 3ാം സ്ഥാനത്തേക്ക് പോയത് കോൺഗ്രസിന് കനത്ത പ്രഹരമാണ്. CCTV ന്യൂസ്, കേച്ചേരി. വടക്കേക്കാട് പഞ്ചായത്തിലെ നായരങ്ങാടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മത്സ്യ മാർക്കറ്റ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ശ്രീധരൻ മാക്കാലിക്കൽ, വാർഡംഗം റഷീദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നവീകരിച്ച മാർക്കറ്റിൽ മലിനജലം ശുദ്ധീകരിക്കുവാനുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കോംപ്ലക്സിന്റെ വിവിധ ഭാഗങ്ങളിൽ CCTV നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ടോയ്ലറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാസങ്ങളോളമായി അണ്ടിക്കോട്ടുകടവ് റോഡരികിലാണ് മത്സ്യവില്പന നടത്തിയിരുന്നത്. ഇത് വാഹന കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. 20 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് മാർക്കറ്റിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. നാരങ്ങാടിയിലെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP നിർവഹിച്ചെങ്കിലും അതിൻ്റെ ചില സീവേജ് വാട്ടറിൻ്റെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി എടുത്തു. ഇത് തുറന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളായി ഇവിടെ 3 ബാത്റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഈ വേസ്റ്റ് വാട്ടർ നമ്മൾ ഒരു പ്ലാന്റ് സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന പട്ടയമേളയുടെ ഉദ്ഘാടനം തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അർഹരായവർക്കെല്ലാം പട്ടയം നൽകുന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. ഭൂമിയില്ലാത്തവരെ കണ്ടെത്തി അവർക്കുള്ള ഭൂമി കണ്ടെത്തൽ, ആവശ്യമായ അനുമതി രേഖ എന്നിവ ലഭ്യമാക്കൽ, വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിൽ തീർപ്പുണ്ടാക്കൽ എന്നിങ്ങനെ ഒരേ സമയം നിർവഹിച്ചാണ് പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ആരുടെയും മുന്നിൽ ദയാവായ്പിനായി നിൽക്കില്ല. അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചേ പറ്റൂ. കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങൾക്കെതിരെയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിന് സ്വാഭാവികമായി നൽകേണ്ട വിഹിതവും നൽകുന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കൂടെ നിൽക്കേണ്ടവർ സർക്കാരിനെ എതിർക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരം സമീപനത്തിനെതിരെ അണിനിരക്കും. കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ പതറാതെ വികസനക്ഷേമ മേഖലകളിൽ നേട്ടം കൈവരിക്കുന്നത് തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുർച്ചിക്കര മടക്കാട്ടുപറമ്പ് വീട്ടിൽ ലക്ഷ്മി വനഭൂമി പട്ടയവും, ചിറ്റിലപ്പള്ളി നീലത്തുവീട്ടിൽ രവീന്ദ്രൻ, പാണഞ്ചേരി വില്ലേജ് കളപ്പുരപ്പറമ്പിൽ ജോയ് എന്നിവർ പുറമ്പോക്ക് പട്ടയവും മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. 2024 മാർച്ച് 1 മുതൽ 15 വരെ സംസ്ഥാനത്തെ മലയോര മേഖലയിലെ
എല്ലാ വില്ലേജുകളിലും വനഭൂമി പട്ടയങ്ങൾക്കായി അപേക്ഷ ലഭ്യമാകാത്ത മലയോര കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസരം അനുവദിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതാത് ജില്ലകളിലെ ചുമതലയുള്ള മന്ത്രിമാർ പട്ടയങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാനത്താകെ 31,499 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയം എന്ന ചരിത്ര ദൗത്യം പൂർത്തീകരിക്കുകയാണ് സർക്കാർ. തൃശൂർ ജില്ലയിൽ 3,922 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. MLA-മാരായ പി ബാലചന്ദ്രൻ, VR സുനിൽകുമാർ, ET ടൈസൺ മാസ്റ്റർ, സേവ്യർ ചിറ്റ്ലപ്പിള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് ബോർഡ് സെക്രട്ടറി A ഗീത, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, ADM ടി മുരളി, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. NK അക്ബർ MLA-യുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടികൾ ഇനി മുതൽ പരാതിക്കാരന്റെയും അപേക്ഷകരുടെയും വാട്സപ്പിൽ ലഭ്യമാകും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരാതികളുടെയും അപേക്ഷകളുടെയും തുടർ നടപടികളുടെ വിവരങ്ങളും വാട്സപ്പ് വഴി ലഭ്യമാക്കുമെന്നും ഇതുവഴി വിവരങ്ങൾ വേഗത്തിലും സുഗമമായും ലഭ്യമാക്കാൻ കഴിയുമെന്ന് NK അക്ബർ MLA പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ അത്യാധുനിക ബസ് ടെർമിനലിന്റെയും സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. 18.5 കോടി രൂപ ചെലവിൽ 3 നിലകളിലായി 4,777 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. കടമുറികൾ, AC, നോൺ AC വെയിറ്റിംഗ് ഹാളുകൾ, ബസ് പാർക്കിംഗ് ഏരിയ, ഓഫീസ് റൂമുകൾ, മൾട്ടിപർപ്പസ് ഹാളുകൾ, ലിഫ്റ്റ്, എക്സിലറേറ്റർ എന്നീ സൗകര്യങ്ങൾ ബസ് ടെർമിനലിൽ ഉണ്ടാകും. 2,977 സ്ക്വയർ മീറ്റർ ഏരിയയിൽ 3 നിലകളിലായി 8.06 കോടി രൂപ ചെലവിലാണ് സ്ട്രീറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് മാൾ, ഷോപ്പ് റൂമുകൾ എന്നിവ കോംപ്ലക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കെട്ടിട സമുച്ചയം നാടിന് തുറന്നു നൽകും. നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണിച്ച അപകടാവസ്ഥയെ തുടർന്ന് കെട്ടിടം പൂർണ്ണമായി പൊളിച്ചുമാറ്റിയാണ് പുതിയത് നിർമ്മിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. വടക്കേക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിദരിദ്രർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തി. വടക്കേക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ എന്നിവർ സംസാരിച്ചു. അണ്ടത്തോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിത രോഗികളെ പരിശോധന നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ബലമായി തടഞ്ഞുവെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. ആദൂർ ചുക്രി വളപ്പിൽ കുഞ്ഞിക്കണ്ണൻ എന്ന് വിളിക്കുന്ന 31 വയസ്സുള്ള രാകേഷിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി R മിനി ശിക്ഷിച്ചത്. 2020 ആഗസ്റ്റിലാണ് കേസിനാസ്പദമായ കുറ്റകൃത്യം നടന്നത്. 12 വയസ്സുകാരനായ അതിജീവിതനെ പ്രതി ആളൊഴിഞ്ഞ പറമ്പിലേക്ക് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുപോയി തടഞ്ഞുവെച്ച് ബലമായി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. എരുമപ്പെട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ SI അബ്ദുൾ ഹക്കീം അന്വേഷണം പൂർത്തിയാക്കി ഇൻസ്പെക്ടർ KK ഭൂപേഷ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ EA സീനത്ത് ഹാജരായി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ സോജുമോൻ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പ്രോസിക്യൂഷൻ 17 സാക്ഷികളെ വിസ്തരിച്ച് 20 രേഖകൾ ഹാജരാക്കി. പിഴത്തുക ഇരയ്ക്ക് നൽകുവാനും അതിജീവിതന് അധിക ധനസഹായം നൽകുവാനും കോടതി വിധിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കളിപ്പാട്ടം വാങ്ങിത്തരാമെന്ന് വിശ്വസിപ്പിച്ച് 7 വയസ്സുള്ള ആൺകുട്ടിക്ക് നേരെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വഴിയിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ അയൽവാസിക്ക് 8 വർഷം തടവും 35,000 രൂപയും പിഴ ശിക്ഷ വിധിച്ച് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എസ്ലിഷ. പുന്നിയൂർക്കുളം പാപ്പാളി ബീച്ച് കണ്ണത്തുവീട്ടിൽ അനീഷിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 8 വർഷം 3 മാസം തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം. കുട്ടി പീഡനവിവരം ഇവരിൽ വീട്ടിൽ പറഞ്ഞതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന PR രാജീവിന്റെ നേതൃത്വത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് വടക്കേക്കാട് സബ് ഇൻസ്പെക്ടറായിരുന്ന സുജിത്ത് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. കേസിൽ 17 സാക്ഷികളെ വിസ്തരിക്കുകയും നിരവധി രേഖകളും മറ്റ് തെളിവുകളും പരിശോധിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയും പ്രോസിക്യൂഷനെ സഹായിക്കുവാനായി അഡ്വക്കേറ്റ് അശ്വതി, അഡ്വക്കേറ്റ് രഞ്ജിക K ചന്ദ്രൻ എന്നിവരും വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരും പ്രവർത്തിച്ചു.
ചാവക്കാട് BRCയുടെ സോണൽ ഇൻക്ലൂസീവ് കായികോത്സവം കുന്നംകുളം സിന്തറ്റിക് ഗ്രൗണ്ടിൽ നടന്നു. സമഗ്ര ശിക്ഷ കേരള ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഈ വർഷം രൂപകൽപ്പന ചെയ്ത ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങളുടെ ഭാഗമായിട്ടാണ് കായികോത്സവം നടത്തിയത്. കായികോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ മാർച്ച് പാസിംഗ് പരേഡിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ D. ഷാജിമോൻ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ E. ശശിധരൻ പദ്ധതി വിശദീകരണം നടത്തി. ബാസ്കറ്റ്ബോൾ സീനിയർ നാഷണൽ താരം TM റിജാസ് മത്സരവിജയികൾക്ക് സമ്മാനദാനം നടത്തി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 450ഓളം പേർ പങ്കെടുത്തു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, TM റിജാസ്, വിവിധ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർമാരായ അനീഷ് ലോറൻസ്, K. പ്രമോദ്, KH സിന്ധു എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ PS ഷൈജു സ്വാഗതവും ചാവക്കാട് BRC ട്രെയിനർ MD സംഗീത നന്ദിയും പറഞ്ഞു. പഴയന്നൂർ, വടക്കാഞ്ചേരി, തളിക്കുളം, ചൊവ്വന്നൂർ, ചാവക്കാട് BRCകളിലെ നിരവധി വിദ്യാർത്ഥികളാണ് കായികമേളയിൽ മാറ്റുരച്ചത്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 21 മുതൽ 23 വരെ 3 സോണുകളിലായാണ് ജില്ലയിൽ മത്സരങ്ങൾ നടന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പണി കഴിപ്പിച്ച VHSC വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ നടത്തിപ്പിനായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അലി അധ്യക്ഷത വഹിച്ചു. VHSC പ്രിൻസിപ്പൽ ജനീർലാൽ AJ, കാട്ടകാമ്പാൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TC ചെറിയാൻ, CK രവി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അധ്യാപകരും രക്ഷാകർത്താക്കളും പങ്കെടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. സ്കൂളിൽ നടക്കുന്ന സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. 1.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുണ്ട്. പ്രസിദ്ധമായ പഴഞ്ഞി അരുവായി ശ്രീ ചിരവറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേല മഹോത്സവം ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച രാവിലെ നട തുറക്കൽ, വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം എന്നിവ ഉണ്ടാകും. വൈകിട്ട് 5-ന് നടപ്പറ, ദീപാരാധന, ദീപക്കാഴ്ച, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ ഉണ്ടാകും. വൈകിട്ട് HMC അരുവായിയുടെ മ്യൂസിക് നൈറ്റും നടക്കും. പൂരദിവസമായ ഞായറാഴ്ച ക്ഷേത്രത്തിൽ പുലർച്ചെ 5-ന് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, 5:30-ന് ഗണപതി ഹോമം, 6-ന് ഉഷപൂജ, ചതുശത നിവേദ്യം, 7:30-ന് തന്ത്രിപൂജ, 9:15-ന് ഉച്ചപൂജ, 9:30-ന് നടപ്പറയും ഉണ്ടാകും. 3-ന് പുറത്തേക്കെഴുന്നള്ളിപ്പ് നടക്കും. 100-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന നടപ്പുരമേളത്തിന് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും. ഗജരാജൻ പട്ടാമ്പി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റും. തുടർന്ന് 5:30-ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50ഓളം ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6:30-ന് ദീപാരാധന, നിറമാല, 6:45-ന് ദീപക്കാഴ്ച, കേളി എന്നിവ ഉണ്ടാകും. 8-ന് പയ്യഴിപ്പറ, നാടകം, മക്കളുടെ ശ്രദ്ധയ്ക്ക് എന്നിവ ഉണ്ടായിരിക്കും. രാത്രി പൂരാവർത്തനം ഉണ്ടാകും. വേല ദിവസമായ തിങ്കളാഴ്ച രാവിലെ 5:30-ന് ഗണപതി ഹോമം, 6-ന് ഉഷപൂജ, 10:30-ന് ഉച്ചപൂജ, 11-ന് കരിനീലിക്ക് പൂജ, 11:30-ന് കൂറവലിക്കൽ എന്നിവ ഉണ്ടാകും. വൈകിട്ട് 4:30-ന് അതാത് ദേശങ്ങളിലെ കാവടികളുടെ ക്ഷേത്രപ്രദക്ഷിണം ആരംഭിക്കും. 6:30-ന് ദീപാരാധന, നിറമാല, തുടർന്ന് രാത്രി 9-ന് വേലാഘോഷങ്ങൾ സമാപിക്കും. രാത്രി 10-ന് വടക്കൻ വാതിലിൽ ഗുരുതിയോടെ ആഘോഷത്തിന് കൊടിയിറങ്ങും. ക്ഷേത്രഭരണ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് KT സുബ്രഹ്മണ്യൻ, ഊരാളൻ പയ്യഴി രാമചന്ദ്രനുണ്ണി, KK മനോഹരൻ, VG സദാശിവൻ, രവി പോർക്കുളം എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാവക്കാട് നഗരസഭ 7-ാം വാർഡിൽ ലൈസൻസ് പുതുക്കാതെ പ്രവർത്തിച്ചിരുന്ന മാംസവ്യാപാര സ്ഥാപനം നഗരസഭാ അധികൃതർ പൂട്ടിച്ചു. കേച്ചേരി മണലി പുതുവീട്ടിൽ റഫീഖിന്റെ മാംസവ്യാപാര സ്ഥാപനമാണ് നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി സീൽ ചെയ്തത്. ആരോഗ്യ വിഭാഗം മേധാവി ക്ലീൻ സിറ്റി മാനേജർ അഞ്ജു K. തമ്പി, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആസിയ CM, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ BG PT, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശനമായ നടപടികൾ തുടരുമെന്ന് നഗരസഭാ സെക്രട്ടറി MS ആകാശ് അറിയിച്ചു.
തൃശൂർ ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയും തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലും പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ PTA കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൃശൂർ സബ് ജൂനിയർ ആൺപെൺ കബഡി ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച സ്കൂളിൽ നടക്കും. മത്സരം ശനിയാഴ്ച രാവിലെ 10:30 കുന്നംകുളം SIU മഹേഷ് ഉദ്ഘാടനം ചെയ്യും. PTA പ്രസിഡന്റ് അലി കോട്ടോൽ അധ്യക്ഷത വഹിക്കും. 13 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കായിക താരങ്ങൾ തൃശൂർ ജില്ലാ ടീമിന് വേണ്ടി സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കും. വിജയികൾക്ക് മലായ ഗോൾഡൻ ഡയമണ്ട്സും പഴഞ്ഞി ഗ്രൗണ്ട് വാക്കിംഗ് കമ്മിറ്റിയും ചേർന്ന് സമ്മാനങ്ങൾ നൽകും. അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നിർത്തലാക്കി വില വർദ്ധിപ്പിച്ച ഇടത് സർക്കാർ നടപടിക്കെതിരെ മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളത്ത് കാലിക്കലങ്ങളുമായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സപ്ലൈകോ സ്റ്റോറിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV ജാക്സൺ, ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ മിനി മോൺസി, നിഷ ജയേഷ്, സ്മിത ഷാജി, വിജിനി ഗോപി, സുമാ ഗംഗാധരൻ, ബിജിലി മോശെ, അംബിക മണിയൻ, സത്യഭാമ ആർത്താറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തത് 13 ഇനങ്ങളാണ്. ആ 13 ഇനങ്ങളും സപ്ലൈകോയിൽ വേറെയും സാധനങ്ങളുണ്ട്, വില കുറവിൽ കൊടുക്കാവുന്ന വേറെയും സാധനങ്ങളുണ്ട് സപ്ലൈകോയിൽ. പക്ഷെ ഇപ്പോൾ സപ്ലൈകോയിലേക്ക് വരണമെങ്കിൽ ഈ 13 ഇനങ്ങളും വില കുറഞ്ഞ് സബ്സിഡി നിരക്കില്ലാതെ സാധനങ്ങളില്ല, വിലയും കൂടുതലാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സമരത്തിന് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. എരുവപ്പെട്ടി പഞ്ചായത്ത് SC വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം ചെയ്തു. 1,36,000 രൂപ ചെലവഴിച്ച് 33 പേർക്കാണ് കട്ടിൽ നൽകിയത്. പ്രസിഡന്റ് S ബസന്തലാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, MC ഐജു, ES സുരേഷ്, PM സജി, മേഗി അലോഷ്യസ്, സ്വപ്ന പ്രദീപ്, KB ബബിത, അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ മൈഗ്രന്റ് വിഭാഗവും പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി താമരയൂർ നവീൻ ലേബർ പവറിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടർ അനു മേരി സാം പകർച്ചവ്യാധികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പൂക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ്, MB ബിജു, രവി താനപ്പറമ്പിൽ, MP വിജിൽ എന്നിവർ നേതൃത്വം നൽകി. 75 അതിഥി തൊഴിലാളികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ത്വക്ക് പരിശോധന, മലേറിയ, മന്ദരോഗ പരിശോധന എന്നിവ ഉണ്ടാകിയിരുന്നു. മരുന്ന് വിതരണവും ഒരുക്കിയിരുന്നു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവം 3ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഭക്തജന തിരക്ക് വർദ്ധിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാനും കലാപരിപാടികൾ ആസ്വദിക്കാനും വലിയ തിരക്കാണ് ദൃശ്യമാകുന്നത്. കൂത്തമ്പലത്തിൽ ഉച്ചയ്ക്ക് നടക്കുന്ന ചാക്യാർകൂത്ത് ആസ്വദിക്കാനും തിരക്കേറെ ഉണ്ടായി. രാവിലെയും രാത്രിയും ശ്രീഭൂതബലി ദർശനത്തിന് ഭക്തജനം ഒഴുകിയെത്തുകയാണ്. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവം തുടങ്ങിയതോടെ ഗുരുവായൂരപ്പൻ കനകപ്രഭയിലാണ് ഉത്സവ സമയത്ത് എഴുന്നള്ളുന്നത്. കണ്ണന്റെ സർവ്വസമയവും സ്വർണ്ണമയമാണ്. ഉത്സവ ചടങ്ങുകളിൽ സ്വർണത്തിന് പ്രാധാന്യം ഏറെയാണ്. ഈ സമയത്ത് ഒഴിച്ചുകൂടാനാകാത്ത അവിഭാജ്യ ഘടകമാണ് സ്വർണം. സ്വർണ്ണധ്വജത്തിൽ കൊടിയേറിയാൽ ഗുരുവായൂരപ്പന്റെ നിവേദ്യപാത്രങ്ങളടക്കം സർവ്വവും കനകപ്രഭയിലായിരിക്കും. കൊടിയേറ്റ ദിവസം മുതൽ ആറാട്ട് വരെയുള്ള 10 ദിവസത്തെ ഉത്സവത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ സ്വർണ്ണമയം. സ്വർണ്ണ ഉരുളിയിലാണ് ഭഗവാന്റെ ഉച്ചപൂജയുടെ നിവേദ്യം. സ്വർണ്ണക്കുടത്തിലെ പായസവും സ്വർണ്ണക്കിണ്ണത്തിലെ ഉറത്തൈരുമായാണ് ഭഗവാന്റെ ഉച്ചയൂണ്. 10 ദിവസങ്ങളിലുള്ള സ്വർണ്ണ ഓടങ്ങളിലെ വിഭവങ്ങളും ഉണ്ടാകും. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ രാവിലെയും രാത്രിയിലും സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുക. 6ാം വിളക്ക് മുതൽ സ്വർണ്ണക്കോലത്തിലാണ് ഭഗവാൻ എഴുന്നള്ളുക. ശ്രീഭൂതബലിയുടെ ഹവിസ് പാലികയും കൈവട്ടകയും സ്വർണത്തിൽ തന്നെയാണ്. ആറാട്ടുകടവിലെ മഞ്ഞൾപ്പൊടി അഭിഷേകം സ്വർണ്ണസിംഹാസനത്തിൽ ആയിരിക്കും. ഉത്സവകാലത്ത് ശീവേലിയെഴുന്നള്ളിപ്പുകൾക്ക് സ്വർണ്ണവർണ്ണ നെറ്റിപ്പട്ടങ്ങൾ നിർബന്ധമാണ്. എന്നാൽ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിനും ആറാട്ട് പള്ളിവേട്ട സമയങ്ങളിലെ ഓട്ടപ്രദക്ഷിണങ്ങൾക്കും വെള്ളി നെറ്റിപ്പട്ടങ്ങളായിരിക്കും ആനകൾക്ക് കെട്ടുക എന്നതും ഉത്സവത്തിലെ മാത്രം പ്രത്യേകതയാണ്. പള്ളിവേട്ട കഴിഞ്ഞുള്ള ഭഗവാന്റെ പള്ളിയുറക്കം വെള്ളിക്കട്ടിലാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന സവിശേഷത ആനയോട്ടമാണ്. ആനയോട്ടത്തോടെ ആരംഭിക്കുന്ന ഉത്സവം അവസാനിക്കുന്നതും ആനയോട്ടത്തോടെ തന്നെയാണ്. മഞ്ചുളൽ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ആനയോട്ടത്തിന് ശേഷമാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രോത്സവത്തിന് കൊടിയേറിയത്. പിറ്റേ ദിവസം മുതൽ ശ്രീഭൂതബലിയുടെ ഭാഗമായിട്ടാണ് ദിവസവും ക്ഷേത്രത്തിനകത്ത് ആനയോട്ടം നടക്കുന്നത്. 4ാമത്തെ പ്രദക്ഷിണത്തിന് ഓദിക്കൻ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രപാലകനെ ബലി തൂവുന്ന ആചാരമുണ്ട്. ഈ സമയത്താണ് ആനയോട്ടം നടക്കുക. ഓടുന്ന ആനയുടെ പുറകിൽ ഭക്തരുമുണ്ടാകും. ദിവസവും രാവിലെ 11 മണിക്കും രാത്രി 8 മണിക്കാണ് ശ്രീഭൂതബലി. ശ്രീഭൂതബലിക്ക് പുറമെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ക്ഷേത്രത്തിൽ ഓട്ടപ്രദക്ഷിണവുമുണ്ട്. പള്ളിവേട്ടയ്ക്ക് 9 ആറാട്ടിന് 11 പ്രദക്ഷിണം ഓടണം. ആറാട്ടിന്റെ ഓട്ടപ്രദക്ഷിണം കഴിയുന്നതോടെയാണ് ഉത്സവം കൊടിയിറങ്ങുക. മാർച്ച് 1-നാണ് ആറാട്ട്. മറ്റു വാർത്തകൾ. പുന്നിയൂർ കുരഞ്ഞിയൂരിൽ യുവാവിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കവർന്ന കേസ് ഒരാൾ കൂടി പിടിയിലായി. വടക്കേക്കാട് കല്ലിങ്ങൽ കൊമ്പത്തേൽ 20 വയസ്സുള്ള ചിപ്പു എന്ന ഷഫ്നുദ്ദീനെയാണ് വടക്കേക്കാട് SHO R ബിനുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ 3 പേരാണ് വടക്കേക്കാട് പോലീസിന്റെ പിടിയിലായത്. കേസിൽ പ്രതികളായ മാവിൻചൂട് മുണ്ടാറയിൽ 26 വയസ്സുള്ള മുഹമ്മദ് ഷിഫാൻ, ചമ്മണ്ണൂർ ചേമ്പാലക്കാട്ടിൽ 25 വയസ്സുള്ള അബു താഹിർ എന്നിവരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. കാപ്പ നിയമപ്രകാരം കഴിഞ്ഞ സെപ്റ്റംബറിൽ നാടുകടത്തിയ ഗുണ്ടയാണ് മുഹമ്മദ് ഷിഫാൻ. SI KB ജലീൽ, CPOമാരായ നിബു, സുജിത്ത്, രതീഷ്, സതീഷ് കുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. നാടാകെ വിദ്വേഷവും വെറുപ്പും പടർന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യസ്നേഹികൾക്ക് മിണ്ടാതിരിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അബ്ദുൾ സമദ് സമദാനി MP പറഞ്ഞു. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്രയുടെ പാവർട്ടി ബ്ലോക്ക് പരിധിയിലെ പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽജി എന്നാണ് നമ്മൾ പറയുന്നത്. അത് വല്ലാത്തൊരു വാക്കാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടു വരികയാണ്. വൻ തോതിലാണ് UP-യിലൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹത്തായ പാരമ്പര്യമുള്ള ഇന്ത്യയിൽ നിന്ന് നിർഭാഗ്യവശാൽ വെറുപ്പുൽപാദനം രാഷ്ട്രീയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. നമ്മൾ കാത്തുസൂക്ഷിച്ച മതേതരത്വം ചവിട്ടിമെതിക്കുകയാണ്. എല്ലാ സംസ്കാരങ്ങളെയും വാരിപ്പുണർന്ന മണ്ണാണ് നമ്മുടെ ഇന്ത്യ. തൃശ്ശൂരും അതിന് ഉദാഹരണമാണ്. എന്നാൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി നമ്മുടെ മണ്ണിനെ വെട്ടിമുറിക്കുകയാണ്. മനുഷ്യർക്കിടയിൽ മതിലുകൾ തീർക്കാൻ ചിലരിവിടെ രാഷ്ട്രീയം ആയുധമാക്കുകയാണ്. പാർലമെന്റിനകത്തും പുറത്തും മതേതരത്വത്തിനു വേണ്ടി ഉറച്ച നിലപാടെടുക്കുന്നവനാണ് TN പ്രതാപനെന്ന് പലതവണ നേരിൽ ബോധ്യപ്പെട്ടതാണ്. മതേതര സമൂഹം ഇത് തിരിച്ചറിയണമെന്നും സമദാനി പറഞ്ഞു. ചൂണ്ടൽ സെന്ററിൽ നിന്നാരംഭിച്ച പര്യടനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, ജോസഫ് ചാലിശ്ശേരി, O അബ്ദുറഹ്മാൻകുട്ടി, അനിൽ അക്കര, CC ശ്രീകുമാർ, V വേണുഗോപാൽ, KK ബാബു, KB ജയറാം, CM നൌഷാദ്, സുനിൽ ലാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. KS ദീപൻ, AT സ്റ്റീഫൻ, RM ബഷീർ, ഷാജു തരകൻ, പ്രസാദ് വാഗ, PV ജോയ്, ആൻഡോ ലിജോ, OJ ഷാജൻ, റൂബി ഫ്രാൻസിസ് എന്നിവർ സ്നേഹ സന്ദേശയാത്രയിൽ സംബന്ധിച്ചു. ചൂണ്ടലിൽ നിന്നും കൂനമൂച്ചി വഴി മറ്റത്തെത്തി സമാപിച്ച യാത്ര ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചിറ്റാട്ടുകരയിൽ നിന്നാരംഭിച്ച് കാക്കശ്ശേരി, പൂവത്തൂർ, പാവറട്ടി, പാലുവായ്, പാലബസാർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി തൈക്കാട് ജംഗ്ഷനിൽ സമാപിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന മോദി സർക്കാരിനെ മതേതരത്വം കൊണ്ട് മാത്രമേ കീഴടക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് MP അബ്ദുൾ സമദ് സമദാനി. TN പ്രതാപൻ MP നയിക്കുന്ന സ്നേഹ സന്ദേശ യാത്രയുടെ ഉദ്ഘാടനം ചൂണ്ടലിൽ നിർവഹിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പാരമ്പര്യത്തിനും മതേതരത്വത്തിനും ഘടകവിരുദ്ധമായ പ്രവൃത്തികളാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം മുഴുവൻ മതേതരത്വത്തിനു വേണ്ടിയുള്ള ഒരു വലിയ പ്രസ്ഥാനം ഉയർന്നുവന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ കർഷകർ വീണ്ടും സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുകയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇതൊന്നും പരിഹരിക്കാൻ മുതിരാതെ ജനങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കാനും ധ്രുവീകരണം ഉണ്ടാക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് തിരിച്ചുവരണമെന്ന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സമദാനി കൂട്ടിച്ചേർത്തു. മതേതരത്വത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രസ്ഥാനം ഉണർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കാലത്തെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു ഭരണ സംവിധാനം, അതിൻ്റെ രാഷ്ട്രീയം, അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിനോ ഇന്ത്യയുടെ മതേതരത്വത്തിനോ ഒന്നും ചേർന്നതല്ല. ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക്. ജനാധിപത്യപരമായിട്ട് തന്നെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യമുണ്ട്. കർഷകർ വീണ്ടും സമരത്തിനിറങ്ങിയിരിക്കുന്നത് മതേതരത്വം കൊണ്ട് തന്നെ നേരിടണം. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ സഖ്യം
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ CCTV ന്യൂസ് കേച്ചേരി. MP എന്ന നിലയിൽ TN പ്രതാപൻ സമ്പൂർണ്ണ പരാജയം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യമുയർത്തി LDF പുന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി മന്ദലാംകുന്ന് സെന്ററിൽ ജനകീയ കുറ്റവിചാരണ സദസ്സ് നടത്തി. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം V സമീർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, LDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ PK സെയ്താലിക്കുട്ടി, പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, NCP ജില്ലാ പ്രസിഡന്റ് സുരേഷ്, RJD ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് T തുളസീദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസ്ന ലത്തീഫ് തുടങ്ങി LDF നേതാക്കൾ സംസാരിച്ചു. CPI പുന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V ഷംസുദ്ദീൻ സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ നന്ദിയും പറഞ്ഞു. മറ്റം ചേലൂർക്കുന്ന് അയ്യപ്പസ്വാമി മഹാക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ബുധനാഴ്ച മുതൽ 26-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം നടക്കുന്നത്. ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ആചാര്യവരണവും തുടർന്ന് മഹാഗുരുപൂജ, ദീപാരാധന, വാസ്തുബലി, പ്രാസാദ ശുദ്ധി, അങ്കുരാർപ്പണം, അത്താഴ പൂജ തുടങ്ങിയ ചടങ്ങുകളും നടന്നു. 2-ാം ദിവസം പുലർച്ചെ 5 മണിക്ക് നിർമ്മാല്യ ദർശനവും വിശേഷാൽ പൂജകളും ഉണ്ടായി. വൈകിട്ട് 6 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം ഏങ്ങണ്ടിയൂർ ബൈജുരാജ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. തുടർന്ന് വൈകിട്ട് 7-ന് ക്ഷേത്ര മൈതാനിയിൽ 150-ലേറെ സ്ത്രീകൾ പങ്കെടുത്ത മഹാതിരുവാതിര അരങ്ങേറി. ചേലൂർക്കുന്ന് കലാക്ഷേത്രത്തിലെ നൃത്താധ്യാപികയായ സുസ്മ സോമന്റെ നേതൃത്വത്തിൽ 2 മാസക്കാലം പരിശീലനം പൂർത്തിയാക്കിയാണ് പ്രദേശവാസികളായ 7 മുതൽ 70 വയസ്സ് വരെയുള്ളവർ മഹാതിരുവാതിരയിൽ പങ്കാളികളായത്. തിരുവാതിര പരിശീലിപ്പിച്ച സുസ്മ സോമനെ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. റൺ ബൈ ഫൈത്ത് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള കോക്കൂർ AM-LP സ്കൂളിനെ ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂളിന്റെ 48-ാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കുട്ടികളെ ഈ സ്കൂളിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഇത് കുറെ കൂടി നല്ല നിലയിൽ ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലുമെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായി വളരെ പെട്ടെന്ന് തന്നെ ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച CWC ചെയർമാൻ K സുന്ദരന്റെ അധ്യക്ഷതയിൽ നടന്ന തലമുറ സംഗമം റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് ശോഭന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ ആരംഭകാലത്തെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. തുടർന്ന് നടന്ന സ്കൂൾ വാർഷികത്തിന്റെയും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം സ്കൂൾ മാനേജർ അഷ്റഫ് കോക്കൂർ അധ്യക്ഷത വഹിച്ചു. ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീർ KV മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാന അധ്യാപിക ബേബി ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എടപ്പാൾ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ PV ഹൈദരലി, CWC ചെയർമാൻ K സുന്ദരൻ, PTA പ്രസിഡന്റ് K ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പട്ടൂർമാൽ ഫെയിം ഫാത്തിമ ഷഹാന അവതരിപ്പിച്ച ഗാനനിശയും ഉണ്ടായി. CCTV ന്യൂസ് പെരുമ്പിലാവ്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂരും ഗുരുവായൂർ നഗരസഭയും സംയുക്തമായി മാതൃഭാഷാ ദിനം ആചരിച്ചു. JSS ഡയറക്ടർ സുധാ സോളമൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. മാതൃഭാഷയും മാതൃത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി മനോരോഗ വിദഗ്ധനും എഴുത്തുകാരനുമായ ഡോക്ടർ PM ജവഹർലാൽ ക്ലാസ് എടുത്തു. ശ്രീകുട്ടി മൂത്തേടത്ത്, ജോമി, ശ്രീരഞ്ജിത്ത്, നിഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ആട്ടവും പാട്ടും സംഘടിപ്പിച്ചു. ആഹ്ലാദകരമായ പ്രീ സ്കൂളിംഗും വികാസപരമായ ശേഷികളുടെ വളർച്ചയും ഉറപ്പാക്കും വിധം വിവിധങ്ങളായ പ്രവർത്തന ഇടങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആട്ടവും പാട്ടും ഒരുക്കിയത്. പ്രീ സ്കൂൾ പാഠ്യപദ്ധതി ആധാരമാക്കി ഭാഷാ ഗണിത പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മ്യൂസിക് ആൻഡ് മൂവ്മെന്റ് ഏരിയ അരങ്ങിടം
ഭാഷാ വികസന ഇടം തുടങ്ങിയ പ്രവർത്തന ഇടങ്ങളെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തിയാണ് ആട്ടവും പാട്ടും എന്ന ഉത്സവം അവതരിപ്പിക്കുന്നത്. കുട്ടിയും ടീച്ചറും നിർമ്മിച്ച പാട്ടുകൾ, രക്ഷിതാക്കളുടെ സഹായത്തോടെ നിർമ്മിച്ച കുട്ടിപ്പാട്ടുകൾ, അഭിനയ ഗാനങ്ങൾ, സംഭാഷണ പാട്ടുകൾ, വായ്ത്താരികൾ, നാടൻ പാട്ടുകൾ എന്നിവ അവതരിപ്പിച്ചുകൊണ്ടാണ് ആട്ടവും പാട്ടവും അരങ്ങേറിയത്. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നാടൻപാട്ടുപാടി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ BRC കോർഡിനേറ്റർ സൗമ്യ പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക PB സജിത, പ്രീ പ്രൈമറി അധ്യാപിക ഷൈജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്ഷിതാക്കളും അധ്യാപകരും കുഞ്ഞുങ്ങളും കുട്ടിപ്പാട്ടുകൾ അവതരിപ്പിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ആർത്താറ്റ് സ്മൃതിപഥം ഡിമൻഷ്യ പകൽ പരിപാലന കേന്ദ്രത്തിൽ മെമ്മറി ക്ലിനിക് സംഘടിപ്പിച്ചു. രാവിലെ 9:30 മുതൽ 11:15 വരെ നടന്ന മെമ്മറി ക്ലിനിക്കിൽ 40ഓളം പേർ പങ്കെടുത്തു. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അഞ്ജു കൃഷ്ണൻ ഡിമൻഷ്യ ബാധിതരെ പരിശോധിച്ചു. ക്രിയേറ്റിവിറ്റി കൗൺസിൽ സ്റ്റാർട്ടപ്പിന്റെ ഡയറക്ടർ ജോയി ഡിമൻഷ്യ രോഗികളുടെ പരിചാരകർക്ക് പരിചരണം അനായാസകരമാക്കാൻ സഹായിക്കുന്ന C-കെയർ ബെഡ് റെസ്റ്റിനെ പരിചയപ്പെടുത്തി. വിമല കോളേജ് തൃശൂർ, MD കോളേജ് പഴഞ്ഞി, ശ്രീ ശങ്കരാചാര്യ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഡിമൻഷ്യ ലക്ഷണങ്ങൾ, ചികിത്സ, പരിചരണം എന്നിവയിൽ പരിശീലനവും നൽകി. പോർക്കുളം സ്കൂളിന് സമീപം ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയ പൈപ്പിലൂടെ വൻതോതിൽ വെള്ളം ഒഴുകി. സ്കൂൾ ബസ് സ്റ്റോപ്പ് മുതൽ പള്ളി വരെ അടുത്തിടെ പുതുതായി കാന നിർമ്മിച്ചിരുന്നു. ഈ കാനയ്ക്ക് സമീപത്താണ് പൈപ്പ് പൊട്ടിയത്. പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം കാണിപ്പയ്യൂർ ഉബയൂർ പാടശേഖരത്തിൽ തീപിടുത്തം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. പാടശേഖരത്തിന് സമീപത്തെ ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് തീപ്പൊരി വീണതാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നാട്ടുകാർ ഉറപ്പിച്ച അടിസ്ഥാനത്തിൽ കുന്നംകുളം അഗ്നിരക്ഷാസേന സംഭവ സ്ഥലത്തെത്തി തീയണച്ചു. കൗക്കാനപ്പെട്ടി ILP സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിരമിക്കുന്ന അധ്യാപികയുടെ ഫോട്ടോ അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ബ്രോഷർ പ്രകാശനം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി നമിത I ചെറുവത്തൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് കണ്ണാത്ത്, വാർഡ് മെമ്പർ ശോഭ അനീഷ്, പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് തൃശൂർ DDOയുമായ K സുമതി, MR ഷസീന, PV ബാലചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. 27 വർഷം സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ET ഷീജാംബികയ്ക്ക് യാത്രയപ്പ് നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായി. കടുത്ത വേനലിൽ തോട് പറ്റിയതോടെ കുട്ടാടൻ പാടശേഖരത്തിൽ കൃഷി ഇറക്കിയ കർഷകർ ആശങ്കയിൽ. ആലാപ്പാലം, പാലക്കുഴി, അണ്ടിക്കോട്ട് കടവ് പ്രദേശത്തെ 150 ഏക്കറോളം വരുന്ന നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായത്. തോട്ടിൽ വലിയ കുഴിയെടുത്ത് വെള്ളം ശേഖരിച്ചാണ് നിലവിൽ കർഷകർ പാടത്തേക്ക് അടിക്കുന്നത്. വേനൽ കനക്കുന്നതോടെ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടും. പല ഭാഗത്തും നെല്ല് കതിരിട്ടിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ വിളവ് കുറയുന്ന സാഹചര്യമാണ്. ചിലയിടങ്ങളിൽ നെല്ലിന് 60 ദിവസത്തെ മൂപ്പ് എത്തിയിട്ടുള്ളൂ. 120 ദിവസം മൂപ്പുള്ള ഉമ്മാവിത്താണ് ഇത്തവണ കൃഷി ഇറക്കിയിട്ടുള്ളത്. സമഗ്ര കുട്ടാടൻ വികസന പദ്ധതി പ്രകാരം ഏതാനും വർഷം മുമ്പാണ് പാടശേഖരങ്ങളിൽ തോട് നിർമ്മിച്ചത്. എന്നാൽ തോടിന് വേണ്ടത്ര ആഴമില്ലെന്ന് കർഷകർ പറയുന്നു. എല്ലാ വർഷങ്ങളിലും തോട് നവീകരണം നടക്കുന്നുണ്ടെങ്കിലും കാര്യക്ഷമതയോടുകൂടിയുള്ള പ്രവർത്തനമല്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. തോട്ടിൽ നിന്നും മണ്ണ് കോരി വരമ്പ് കെട്ടുന്നതിനു പകരം തരിശു കിടക്കുന്ന പാടങ്ങളിൽ നിന്നും മണ്ണെടുത്താണ് തോടിന്റെ വരമ്പ് വീതി കൂട്ടിയതെന്ന് പറയുന്നു. പുല്ലും ചെളിയും കൂടിക്കിടക്കുന്നത് മൂലം തോട്ടിലെ വെള്ളത്തിന്റെ അളവ് കണക്കാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പുല്ല് ചീഞ്ഞുണ്ടാവുന്ന ഫംഗസ് മൂലം കൃഷി കൂടുതൽ നശിച്ചു. മരുന്നു പ്രയോഗം നടത്തിവരുന്നതിനിടെയാണ് ജലക്ഷാമം മൂലം കർഷകർക്ക് ഇരുട്ടടിയായത്. എല്ലാ കർഷകരും വെള്ളമില്ലാത്ത അവസ്ഥയിലുള്ളത്. കുറച്ച് പേര് കതിരായി, കുറച്ച് പേര് കതിരായിക്കൊണ്ടിരിക്കുന്നു. ചില നട്ടിട്ട് 60 ദിവസം 50 ദിവസം ആയിട്ടുണ്ട്. എല്ലാ തോടുകളും വറ്റിയിരിക്കണം. തോട് വറ്റിയെന്ന് പറഞ്ഞാൽ ഈ തോടുകളിലൊക്കെ ഈ വർഷം എല്ലാ നെൽകർഷകരും അനുഭവിച്ച ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ BLB എന്നുള്ളൊരു ബാക്ടീരിയ, ഒരു രോഗമായിരുന്നു. അത് വെള്ളത്തിലൂടെയാണ് ആ രോഗം വന്നത്. അതിന് കാരണം മെയിനായിട്ട് ഇത്രയും തോടുകളെല്ലാം ഈ പച്ച പിടിച്ച് പുല്ലും ചണ്ടിയും ചീഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ്. ഏകദേശം 2 മീറ്ററോളം ഇതിൽ പുല്ലും ചണ്ടിയും നിറഞ്ഞു കിടക്കുന്ന തോടുകളൊക്കെ തൂർന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ത്രിതല പഞ്ചായത്തോ അതാത് പഞ്ചായത്ത് വടക്കേക്കാട് പുന്നയൂർ പഞ്ചായത്തുകളോ അതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇവിടെ കർഷകർ കുഴൽക്കിണർ നിർമ്മിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ അഭിപ്രായം.
തോട് ആഴം കൂട്ടി കൂടുതൽ വെള്ളം സംഭരിക്കാൻ പദ്ധതി തയ്യാറാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. CCTV ന്യൂസ്, പൊന്നേർകുളം. ആളൂർ വടക്കേച്ചിറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നീ ചടങ്ങുകളുണ്ടാകും. താഴത്തേക്കാവിലും നട തുറക്കലിനെ തുടർന്ന് ഗണപതി ഹോമം, മലർനിവേദ്യം, ഉഷപൂജ, ശീവേലി, ഉച്ചപൂജ എന്നീ ചടങ്ങുകൾ നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് 6:30 മുതൽ 8 മണി വരെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച താഴത്തേക്കാവിൽ രാവിലെ 6 മണിക്ക് മലർനിവേദ്യവും 6:30 ഉഷപൂജയും 11 മണിക്ക് ഉച്ചപൂജയും നടക്കും. വൈകിട്ട് 6:30 മുതൽ 9:30 വരെ കാളിവരവ്, തെയ്യം, നാടൻ കലാരൂപങ്ങൾ എന്നിവ താഴത്തേക്കാവിലെത്തി സമാപിക്കും. തുടർന്ന് ഗുരുതി സമർപ്പണത്തോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ കഥകളി അരങ്ങേറി. യുവതലമുറയുടെ ആസ്വാദനശീലങ്ങളിൽ കേരളീയ ക്ലാസിക്കൽ കലകളുടെ സാധ്യതകൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കഥകളി അരങ്ങേറിയത്. കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, കഥകളി, കൃഷ്ണനാട്ടം ഇവയുടെ സോദാഹരണ പ്രഭാഷണങ്ങളിലൂടെയും രംഗാവതരണങ്ങളിലൂടെയും വിദ്യാർത്ഥികളിലെ സർഗാത്മക സാധ്യതകൾക്ക് കൂടുതൽ മിഴിവേകുന്ന പ്രവർത്തനങ്ങളാണ് ശ്രീകൃഷ്ണ കോളേജിൽ നടപ്പിലാക്കി വരുന്നത്. 30 സെക്കൻഡ് മാത്രമുള്ള റീലുകൾ, കൂടിപ്പോയാൽ 3 മിനിറ്റുള്ള ഷോർട്സ് എന്നിവയിലൊതുങ്ങുകയാണ് പുതിയ തലമുറയുടെ ആസ്വാദനം. കൂടിയാട്ടമോ കഥകളിയോ പോലെ അഭിനയത്തിന്റെ സൂക്ഷ്മതയും ആസ്വാദനത്തിന്റെ നിലവാരവും ആവശ്യപ്പെടുന്ന തികച്ചും സങ്കേതബദ്ധമായ ഒരു ക്ലാസിക്കൽ കലകൾ പുതിയ കാലത്തെ കുട്ടികൾക്കും ക്യാമ്പസുകൾക്കും പരിചിതമാക്കുന്നതിന്റെ ഭാഗമായി ക്ലാസിക്കൽ കലകളുടെ നല്ല അവതരണം നടത്തി പ്രേക്ഷകരെ സൃഷ്ടിക്കുന്നതിലൂടെയാണ് ശ്രീകൃഷ്ണ കോളേജ് ശ്രദ്ധയാകർഷിക്കുന്നത്. മിനി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ കിരാതം കഥകളിയിൽ അർജുനനായി കലാമണ്ഡലം ചിനോഷ് ബാലൻ, കാട്ടാളനായ കലാമണ്ഡലം കാശിനാഥ്, കാട്ടാള സ്ത്രീയായി കലാമണ്ഡലം പ്രവീൺ ശിവൻ, RLV ഹരിശങ്കർ, പാർവതി, ഹൃദുൽ കൃഷ്ണ, പാട്ട് കോട്ടയ്ക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടയ്ക്കൽ വിനീഷ്, ചെണ്ട കലാമണ്ഡലം ശ്രീഹരി, മദ്ദളം കലാമണ്ഡലം രാഹുൽ നമ്പീശൻ എന്നിവർ കഥകളിക്ക് പിന്നണിയിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നിർത്തലാക്കി വില വർദ്ധിപ്പിച്ച ഇടത് സർക്കാർ നടപടിക്കെതിരെ കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേലൂർ മാവേലി സ്റ്റോറിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ ധർണയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VK രഘുസ്വാമി, ബിജോയ് ബാബു, സ്വപ്ന രാമേന്ദ്രൻ, യേശുദാസ് PP, PC ഗോപാലകൃഷ്ണൻ, ജോസ് തിരുമപ്പെട്ടി, യാവുട്ടി ചെർമനങ്ങാട്, PS സുനീഷ്, കോൺഗ്രസ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ആലൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച മാളിയേക്കൽ ബാവ മത്സരിക്കുമ്പോൾ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി വിജയിക്കുന്ന പക്ഷം തനിക്ക് ലഭിക്കുന്ന മുഴുവൻ ഓണറേറിയവും തന്റെ ഡിവിഷനിലെ ജനങ്ങൾക്ക് വീതിച്ചു നൽകും എന്നായിരുന്നു ആ വാഗ്ദാനം. ഓണറേറിയം വിതരണത്തിന്റെ ഉദ്ഘാടനം DCC അധ്യക്ഷൻ A തങ്കപ്പൻ നിർവഹിച്ചു. തനിക്ക് ലഭിച്ച മുഴുവൻ ഓണറേറിയവും വാർഡിലെ ജനങ്ങൾക്ക് ജീവനോപാധികൾ കണ്ടെത്തുന്നതിനായി വീതിച്ചു നൽകി. അടുത്ത വർഷം ലഭിക്കുന്ന ഓണറേറിയം മുൻകൂറായി എടുത്ത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് സംഭാവനയായി നൽകി. നന്മയും സ്നേഹവും സൗഹാർദ്ദവും പങ്കുവെക്കുന്ന മാളിയേക്കൽ ബാവ ഓണറേറിയമല്ലാതെ തന്നെ തനിക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് വലിയൊരു തുക പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഇപ്പോഴും ചെലവഴിക്കുന്നു. അർഹതയുള്ളവർക്ക് കട്ടിലുകളും ആടുകളെയും വിതരണം നടത്തി. കരിമ്പയിൽ നടന്ന ചടങ്ങിൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, CM അലിമാസ്റ്റർ, തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K വിനോദ് എന്നിവർ വിവിധ സഹായ പദ്ധതികൾ വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, കോൺഗ്രസ് പട്ടിത്തറ മണ്ഡലം പ്രസിഡന്റ് CP മുഹമ്മദ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് കുന്നംകുളം നഗരത്തിൽ സ്വീകരണം നൽകി.
കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലി കുന്നംകുളം നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തി സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, സംസ്ഥാന സെക്രട്ടറി PR സിയാദ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ M ഫാറൂഖ്, ജോർജ് മുണ്ടക്കയം, ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസർ, ജില്ലാ ട്രഷറർ TM അക്ബർ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആഫിയ ജമീർ ഷാദ് എന്നിവർ സംസാരിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ, റോയ് അറക്കൽ, പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുൽ ഹമീദ്, സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ, സംസ്ഥാന സെക്രട്ടറിമാർ, SDPI ജില്ലാ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 14 കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ മാർച്ച് 1 തിരുവനന്തപുരത്ത് സമാപിക്കും. ചാലിശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനശാലയുടെ 42ാമത് വാർഷിക ആഘോഷവും സ്നേഹാദരവും ഞായറാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ചാലിശ്ശേരി ഗ്രാമത്തിന് ചിന്തയുടെയും അറിവിന്റെയും സർഗാത്മകതയുടെയും വെളിച്ചമേകുന്ന വായനശാല 42ാമത് വർഷം പിന്നിടുന്ന വേളയിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള സയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷിക യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷത വഹിക്കും. തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി മുഖ്യാതിഥിയാകും. സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഷോ ഫെയിം ഷമീർ നയിക്കുന്ന കോമഡി ഷോ, കലാവേദി വനിതാവേദി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ, നൃത്തങ്ങൾ എന്നിവയും നടക്കും. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ബാബു P ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, ട്രഷറർ PS വിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ് പെരുമ്പിലാവ്. ആധുനിക നിലവാരത്തിലേക്ക് ഉയർന്ന കുന്നംകുളം മണ്ഡലത്തിലെ റോഡുകൾ. കുന്നംകുളം നഗരസഭ വഴി കടന്നുപോകുന്ന നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം 29 വൈകിട്ട് 4 മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും. കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. 18.09 കോടി രൂപയുടെ റോഡ് നിർമ്മാണ നവീകരണ പ്രവർത്തികളാണ് പൂർത്തീകരിച്ചത്. കുന്നംകുളം മണ്ഡലത്തിലെ നഗരസഭ പരിധിയിൽ ഉൾപ്പെട്ട വെട്ടിക്കടവ് റോഡ്, ചാവക്കാട് വടക്കാഞ്ചേരി റോഡ്, ചെറുവത്താനി റോഡ്, അഞ്ഞൂർ റോഡ് എന്നീ പൊതുമരാമത്ത് റോഡുകളാണ് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. 17.145 കിലോമീറ്റർ റോഡുകളുടെ നവീകരണം പൂർത്തീകരിച്ചതോടെ വാഹന ഗതാഗതം സുഗമമാക്കാനും ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും ഒരു പരിധിവരെ സാധിക്കും. കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂളിന്റെ 105ാം വാർഷികവും അധ്യാപക രക്ഷാ ദിനാഘോഷവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ സ്കൂൾ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. തുടർന്ന് ചേർന്ന വാർഷിക യോഗം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. സ്റ്റാഫ് പ്രതിനിധി C ലീന ജോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ PS പ്രീത എൻഡോമെന്റ് വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയന്തി രാധാകൃഷ്ണൻ, ഷീബ ചന്ദ്രൻ, MSS UP സ്കൂൾ പ്രധാനാധ്യാപിക VN സിന്ധു ടീച്ചർ, പ്രധാനാധ്യാപിക CK ലില്ലി, PTA പ്രസിഡന്റ് സുബർണ സിജോ, പൂർവ്വ വിദ്യാർത്ഥി VK പ്രകാശൻ, പൂർവാധ്യാപക പ്രതിനിധി MP ഗിരിജ, MPTA പ്രസിഡന്റ് HJ മെഹറുനിസ, മേഖലയിലെ വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളായ TV ബിബിൻ, PM സന്തോഷ്, KA രവീന്ദ്രൻ, NC സുഭാഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രതിഭകളെ ആദരിക്കലും അവാർഡ് വിതരണവും നടന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CCTV ന്യൂസ് കേച്ചേരി. വിൽപ്പനയ്ക്കായി എത്തിച്ച അപൂർവ ഇനത്തിൽപ്പെട്ട അരാപ്പൈമ മത്സ്യം കൗതുകമായി. ജില്ലാ പഞ്ചായത്തിന്റെ വിപണന കേന്ദ്രമായ പാഴിയോട്ടുമുറി കരിയന്നൂർ പാടശേഖരത്തിലെ മത്സ്യ കന്യകയിലാണ് വിൽപ്പനയ്ക്കായി അരാപ്പൈമ മത്സ്യത്തെ കൊണ്ടുവന്നത്. മത്സ്യകന്യക ഗ്രൂപ്പ് പ്രൊപ്പറേറ്ററും മത്സ്യ കർഷകനുമായ ശ്രീനിഷാണ് പാലക്കാട് നിന്ന് അരാപ്പൈമയെ കൊണ്ടുവന്നത്. മത്സ്യത്തിന് ഏകദേശം 50 കിലോഗ്രാം തൂക്കമുണ്ട്. സാധാരണ അലങ്കാര മത്സ്യമായിട്ടാണ് അരാപ്പൈമയെ വളർത്തുന്നത്. പൂർണ്ണ വളർച്ചയുള്ള ഈ മത്സ്യത്തിന് 3 ലക്ഷം രൂപ വില മതിക്കും. 5 ഇഞ്ച് വലുപ്പമുള്ള മത്സ്യക്കുഞ്ഞിന് 3000 രൂപയോളം വില വരുന്നുണ്ട്. വലിയ മത്സ്യ പ്രദർശനങ്ങളിൽ പ്രധാന ഇനമാണ് അരാപ്പൈമ. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മത്സ്യത്തെ കാണാൻ എത്തിയിരുന്നു. പാവർട്ടി സാഹിത്യ ദീപിക കോളേജിന്റെ സ്ഥാപകൻ PT കുര്യാക്കോസ് മാസ്റ്ററുടെ 51ാം സമാധി ദിനം ആചരിച്ചു. വിദ്യാപീഠ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ കബറടത്തിൽ പുഷ്പാർച്ചന നടത്തി. സംരക്ഷണ സമിതി ചെയർമാൻ തോമസ് പാവർട്ടി, പുറനാട്ടുകര കേന്ദ്രീയ സംസ്കൃത സർവകലാശാല മുൻ അധ്യാപകൻ KL സെബാസ്റ്റ്യൻ, സംസ്കൃത കോളേജിലെ മുൻ യൂണിയൻ ചെയർമാൻ മേജർ PJ സ്റ്റൈജു,
CI ജെയിംസ്, നിഖിൽ എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. പാവർട്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന തന്റെ സാഹിത്യ ദീപിക കോളേജ് സ്ഥലവും കെട്ടിടവും കേന്ദ്ര സർക്കാരിനെ സൗജന്യമായി വിട്ടുകൊടുത്ത സംസ്കൃത പ്രേമിയാണ് PT കുര്യാക്കോസ് മാസ്റ്റർ. സാഹിത്യകാരൻ കോവിലൻ ഉൾപ്പെടെ പ്രതിഭാധനരായ നിരവധി പേർ സാഹിത്യ ദീപിക കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. പെൻഷൻകാർക്ക് ലഭിക്കേണ്ട സാമ്പത്തിക കുടിശ്ശിക എത്രയും വേഗം നൽകണമെന്ന് ഗുരുവായൂരിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും പരിരക്ഷിക്കാനുള്ള വയോജന കമ്മീഷൻ രൂപീകരിക്കുക, മുതിർന്ന പൗരന്മാർക്ക് ട്രെയിൻ യാത്രാ കൺസെഷൻ പുനഃസ്ഥാപിക്കുക, സ്ത്രീ സംവരണം 50% ഉയർത്തുക എന്നീ കാര്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയിലും മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതി ഉദ്ദേശലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയതിലും യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സോണിയ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവിതകൾക്കുള്ള കാവ്യശിഖ അവാർഡ് ലഭിച്ച T ഗീത, കഥകളി സംഗീതത്തിന് ഡോക്ടർ KM പിഷാരടി പുരസ്കാരം ലഭിച്ച NN കൊളത്താപ്പള്ളി എന്നിവരെ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K ഗോപിനാഥൻ, സെക്രട്ടറി KV രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം PA സൈമൺ, TK ദയാനന്ദൻ, NP രാധാകൃഷ്ണൻ, PV അബൂബക്കർ, V സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് ഗുരുവായൂർ. പോർക്കുളം പഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി. ലൈഫ് 2020 പ്രകാരം സ്ഥലമുള്ള വീടില്ലാത്ത ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും മാർഗനിർദ്ദേശം നൽകുവാനും ഹാജരാക്കേണ്ട രേഖകളെ സംബന്ധിച്ചും വിവരങ്ങൾ നൽകാനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട 62 പേരുടെ സംഗമം പോർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റ് ജനപ്രതിനിധികളും ലൈഫ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആന്റണി എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിസ് സ്വാഗതവും VEO ഐശ്വര്യലക്ഷ്മി നന്ദിയും പറഞ്ഞു. അതിതീവ്രമായ ചൂടിൽ പക്ഷികൾക്ക് ദാഹജലം ഒരുക്കി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. മനുഷ്യനെ കരുതുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷികളെയും കരുതേണ്ടതെന്ന വലിയ സന്ദേശമാണ് ഈ ഉദ്യമത്തിലൂടെ സാധ്യമാകുന്നതെന്ന് സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC പറഞ്ഞു. ബദാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു. പെരുമ്പലാവ് അൻസാർ വിമൻസ് കോളേജിൽ 9 പഠന വകുപ്പുകളുടെയും വിവിധ വിഷയങ്ങളിലുള്ള ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, കോൺഫറൻസുകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അക്കാദമിക് ഫെസ്റ്റ് മാർച്ച് 1 മുതൽ 7 വരെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളും വിവിധ സർവകലാശാലാ വിദ്യാർത്ഥികളും ചേർന്ന് 1000-ലധികം പ്രബന്ധങ്ങൾ അക്കാദമിക് ഫെസ്റ്റിൽ അവതരിപ്പിക്കും. സ്ത്രീ സ്വയം സംരംഭകർ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രതിഭകൾ, ഭാഷാ വിദഗ്ധർ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിജ്ഞാനധാരകളിലുള്ള പ്രതിഭകൾ അക്കാദമിക് ഫെസ്റ്റിൽ സംബന്ധിക്കും. മാർച്ച് 1-ാം തീയതി രാവിലെ 11-ന് മുൻ ന്യൂനപക്ഷ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ P നസീർ ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം കൊമേഴ്സ് വിഭാഗം സംഘടിപ്പിക്കുന്ന അന്തർദേശീയ സെമിനാറും നടക്കും. 2-ാം തീയതി സ്ത്രീ സംരംഭകരുടെ സമ്മേളനവും കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ അക്കാദമിക് സമ്മേളനവും നടക്കും. മാർച്ച് 4-5 തീയതികളിൽ മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ദേശീയ മാധ്യമ സംഗമവും ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ അന്തർദേശീയ സെമിനാറും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ അറബിക്, ഫിസിക്സ്, കെമിസ്ട്രി, ഗണിത വിഭാഗങ്ങളുടെ അന്തർദേശീയ സെമിനാറുകളും കോൺഫറൻസും നടക്കും. വാർത്താ സമ്മേളനത്തിൽ അൻസാർ ഹയർ എഡ്യൂക്കേഷൻ CEO ഷാജു മുഹമ്മദ് ഉണ്ണി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT കമാലുദ്ദീൻ, വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, റിസർച്ച് കമ്മിറ്റി കൺവീനർ ഡോക്ടർ അപർണ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഫിസ സുബീർ എന്നിവർ പങ്കെടുത്തു. അത് അലിഞ്ഞില്ലാണ്ടായി എല്ലാ കുട്ടികളും എല്ലാ സെമിനാറിലും പങ്കെടുക്കുക എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. അതായത് 2000 പേരുള്ള 14 ഡിഗ്രികളിൽ നിന്നായി 7 PGകളിൽ നിന്നായി എല്ലാ കുട്ടികളും ഇടകലർന്ന് റിസർച്ചിനെ ആസ്വദിക്കുക. അങ്ങനെ വരുമ്പോൾ ദ ടേസ്റ്റിയസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഓഫ് കോളേജ് ക്യാമ്പസ് വിൽ ബി ദ റിസർച്ച് എന്നാണ്. അഥവാ ഒരു കുട്ടിയുടെ കലാലയ ജീവിതത്തിലെ ഏറ്റവും രസകരമായ ഭാഗം, രുചിയുള്ള ഭാഗം റിസർച്ച് ആക്കി അവരെ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ്. ആർട്സ് ഫെസ്റ്റിവലും സ്പോർട്സ് ഫെസ്റ്റിവലും ഒക്കെ അവർ ഏത് എന്തൂസ്യാസത്തോടെയാണോ സ്വീകരിക്കുന്നത് അതേ എന്തൂസ്യാസത്തോടെ റിസർച്ചിനെയും സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നാണ്. ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇത്രയും ദിവസങ്ങൾ 7 ദിവസങ്ങളിലായി മിനിമം 1000 പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കപ്പെടുക. CCTV ന്യൂസ് കുന്നംകുളം.
പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ നടക്കാനിരിക്കുന്ന അക്കാദമിക് ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം നടന്നു. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ അൻസാർ ഹയർ എഡ്യൂക്കേഷൻ സിഇഒ ഷാജു മുഹമ്മദ് ഉണ്ണി പ്രകാശനം നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് CF ബെന്നി ഏറ്റുവാങ്ങി. മാർച്ച് 1 മുതൽ 7 വരെയാണ് അക്കാദമിക് ഫെസ്റ്റ് നടക്കുന്നത്. SFI ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണം നടത്തി. പുത്തൻകടപ്പുറം ഫിഷറീസ് സഹകരണ സംഘം ഓഫീസിൽ നടന്ന യോഗം CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SFI ഏരിയ പ്രസിഡന്റ് സൗഹൃദയ കുമാർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KK മുബാറക്ക്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KH സലാം, AA മഹേന്ദ്രൻ, CITU ഏരിയ പ്രസിഡന്റ് KM അലി, DYFI ബ്ലോക്ക് ട്രഷറർ TM ഷെഫീഖ്, T അഭിജിത്ത്, സനിക എന്നിവർ സംസാരിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 27 നടക്കുന്ന BSNL ഓഫീസ് മാർച്ചിന്റെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. സ്വാഗത സംഘം ചെയർമാൻ PM സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ CD വാസുദേവൻ, ജില്ലാ പ്രസിഡന്റ് AS അൻവർ, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ റീന കരുണൻ, ബിനു, KB പ്രദീപ് എന്നിവർ പങ്കെടുത്തു. കൊല്ലംപുരം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിന്റെ 17ാമത് വാർഷികാഘോഷം സാരംഗ് 2024 എന്ന പേരിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയാകും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. അലങ്കാര മത്സ്യമായ ഓസ്കാർ മത്സ്യത്തിന്റെ വിവിധ ഇനങ്ങൾ കൃഷി ചെയ്ത് വിജയം കൊയ്യുകയാണ് കടവലൂർ കൊരട്ടിക്കര സ്വദേശിയായ വിപിൻ ദാസ്. 10 വർഷങ്ങൾക്ക് മുൻപ് ഗപ്പിയുടെ കൃഷി ചെയ്താണ് ഈ യുവാവിന്റെ മത്സ്യകൃഷിയുടെ തുടക്കം. ഇതിൽ നിന്ന് പ്രചോദനമൂന്നിയാണ് ഓസ്കാർ മത്സ്യങ്ങൾ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. കോപ്പർ റെഡ്, ടൈഗർ, ആൽബീനോ ഇനങ്ങളാണ് ഇദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത്. ഇന്ന് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആവശ്യാനുസരണ മത്സ്യങ്ങൾ എത്തിക്കുന്നതോടൊപ്പം തന്നെ തന്റെ സ്റ്റാർ അക്വാ ഫാമിൽ നേരിട്ട് വന്ന് മത്സ്യങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ പരിചരണവും പരിശ്രമവും നടത്തിയാൽ അലങ്കാര മത്സ്യകൃഷി ലാഭകരമായ ഒരു ബിസിനസ്സാക്കി മാറ്റാൻ ആർക്കും കഴിയുമെന്നാണ് വിപിൻ ദാസ് പറയുന്നത്. ഞാൻ മെയിനായിട്ട് ഇവിടെ ഓസ്കാർ ഫിഷസുകളാണ് ചെയ്യുന്നത്. ഓർണമെന്റൽ ഫിഷസിൽ ഓസ്കാർ എന്ന് പറഞ്ഞ വെറൈറ്റി ചെയ്യുന്നത്. നമ്മൾ 4 വെറൈറ്റീസും ചെയ്യുന്നുണ്ട്. ഓസ്കാറിന്റെ 4 വെറൈറ്റിയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഫിഷ് കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെ നമ്മൾ പുറത്തേക്ക് മത്സ്യത്തെ കയറ്റി അയക്കുന്നുണ്ട്. ഓസ്കാറിന്റെ 4 ഇഞ്ച് സൈസിൽ 4 ഇഞ്ച് സൈസ് മുതലാണ് നമ്മൾ വിറ്റ് തുടങ്ങുന്നത് ഓസ്കാറിന്. ഓസ്കാറിന്റെ ടൈഗർ, റെഡ്, ആൽബിനോ, കോപ്പർ ഇങ്ങനെ 4 വേരിയൻസും നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കയറി പോകുന്നത് ഇവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ ഫാമിൽ വരുന്ന സമയത്ത് നമ്മൾ ഫിഷ് വിൽക്കുന്നുണ്ട്. 4 വെറൈറ്റി ഓസ്കാർ ഫിഷസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 10 വർഷത്തോളമായിട്ട് ഫാം ഇവിടെ ചെയ്യുന്നുണ്ട്. 4 വർഷമായിട്ടാണ് നമ്മൾ ഓസ്കാർ ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഗപ്പിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗപ്പിയുടെ എല്ലാ വെറൈറ്റീസും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഇത് കുറച്ചും കൂടി ലാർജ് സ്കെയിലിൽ നമ്മൾ ഓസ്കാറാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓസ്കാർ മാത്രമാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. ഗപ്പിയും ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ചോനൂർ മാർത്തോമ സിറിയൻ LP സ്കൂൾ രക്ഷാകർതൃ ദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് KV രമേശ് രക്ഷാകർതൃ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക KG സൈജു, MPTA പ്രസിഡന്റ് ഷീനു ഷാജൻ, PTA വൈസ് പ്രസിഡന്റ് രാജൻ ചൊവ്വനൂർ, സ്റ്റാഫ് പ്രതിനിധി E അർച്ചന എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്ഷിതാക്കളുടെ നയനമനോഹരവും ശ്രുതിമധുരവുമായ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പരിപാടിക്ക് ശേഷം പങ്കെടുത്തവർക്ക് സമ്മാന വിതരണം ഉണ്ടായി. ലക്കി ഡ്രോയിലൂടെ പരിപാടി അവതരിപ്പിച്ച ഒരു ഭാഗ്യശാലിക്ക് മാനേജ്മെന്റിന്റെ പ്രത്യേക സമ്മാനം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5715 രൂപ, സ്വർണം പവന് 45,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 76 രൂപ. ചർമ്മം കിഴക്കേ പന്നിശ്ശേരി കൂത്തൂർ തോമ ജോസ് നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പരേതയായ റീത്തയാണ് ഭാര്യ. ജെസ്സി, ബാബു, സോജൻ എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം പൂഴിക്കള ചെരപ്പറമ്പിൽ ജാനകി നിര്യാതയായി. 85 വയസ്സായിരുന്നു. പരേതനായ വാസു ഭർത്താവാണ്. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടന്നു. മണികണ്ഠൻ, മനോജ് എന്നിവർ മക്കളാണ്. കാട്ടകമ്പാൽ നടുമുറി കാട്ടിൽ ഉട്ടൂപ്പ് മകൻ കൊച്ചുണ്ണി നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം കാട്ടകമ്പാൽ മറിഗിനാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. മിനി, ശലോമി, അബ്രഹാം എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. BJP 2ാമത്. സിറ്റിംഗ് വാർഡിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് UDFന്റെ ദയനീയ തോൽവി. ആൺകുട്ടികൾക്ക് പീഡനം, പ്രതികൾക്ക് കഠിന തടവും പിഴയും ശിക്ഷ. വ്യത്യസ്ത സംഭവങ്ങളിലായി ആദൂർ ചുക്കിരിവളപ്പിൽ കുഞ്ഞിക്കണ്ണൻ എന്ന രാകേഷിനെയും
പുന്നൂർക്കുളം പാപ്പാളി ബീച്ച് കണ്ണൊത്തു വീട്ടിൽ അനീഷിനെയുമാണ് കോടതി ശിക്ഷിച്ചത്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന മോദി സർക്കാരിനെ മതേതരത്വം കൊണ്ട് മാത്രമേ കീഴടക്കാൻ സാധിക്കൂവെന്ന് MP അബ്ദുൾ സമദ് സമദാനി. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള സ്നേഹ സന്ദേശയാത്രയുടെ പാവർട്ടി ബ്ലോക്കിലെ പര്യടനം സമദാനി ഉദ്ഘാടനം ചെയ്തു. കടുത്ത വേനലിൽ തോട് വറ്റിയതോടെ കുട്ടാടൻ പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിൽ. ആലാപ്പാലം, പാലക്കുഴി, അണ്ടിക്കൂട്ടുകടവ് പ്രദേശത്തെ 150 ഏക്കറോളം നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in.